ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ദിരാ യുഗത്തെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ആരാണ് സിൻഡിക്കേറ്റ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ്. പിന്നീട് ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളിവിടെ കൃത്യമായും പറയാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. ആരാണ് സിൻഡിക്കേറ്റ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ഒരു സംഘത്തെയായിരുന്നു എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? സിൻഡിക്കേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇതൊരു അനൗദ്യോഗിക വിഭാഗമായിരുന്നു, എന്നാൽ കൂടി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമായിരുന്നു. കെ കാമരാജ്, അതുപോലെ തന്നെ എസ് നിജലങ്കപ്പ അടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരൊക്കെ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ഈ സിൻഡിക്കേറ്റ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയൊക്കെ മരണത്തിന് ശേഷം ആരായിരിക്കണം ഈ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ള വളരെ വലിയ ഒരു ചർച്ച തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ഈ സമയത്ത് 2 പേരുകളാണ് ഉയർന്നു വന്നത്. ഒന്ന് മൊറാർജി ദേശായി, മറ്റൊന്ന് ഇന്ദിരാഗാന്ധി. അതിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പിന്തുണച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ആ ഒരു പാരമ്പര്യം എന്തായാലും ആർക്കുണ്ടാവും, ഇന്ദിരാഗാന്ധിയിൽ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, മുൻ മന്ത്രിസഭകളിലുള്ള ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഇവരുടെ നിഗൂഢ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രായം കൊണ്ട് അത്ര മുതിർന്ന അല്ലാത്ത ഒരു നേതാവായതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് ആരെ നിയന്ത്രിക്കാൻ പറ്റും? ഇന്ദിരാഗാന്ധിയെ നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് അനുസരിച്ച് ഭരിക്കുന്ന ഒരു നേതാവായി അവരെ കൊണ്ടുവരാം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ടായിരുന്നു. ലൈക്ക് എ പപ്പറ്റ് പോലെ ആര് ബിഹേവ് ചെയ്യും, ഇന്ദിരാഗാന്ധി ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ ഗവേൺ ചെയ്യും എന്ന ഒരു പ്രതീക്ഷ കൂടി ആർക്കുണ്ടായിരുന്നു? സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറം മൊറാർജി ദേശായി ഒരു കർക്കശ സ്വഭാവമുള്ള ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വലിയ പിന്തുണ ആർക്കുണ്ടായിരുന്നില്ല, ഈ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 2ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3ാമത്തെ ചോദ്യം, എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്? സിൻഡിക്കേറ്റിനും ഇന്ദിരാഗാന്ധിക്കും ഇടയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് ഇവരുടെ പ്രതീക്ഷകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവരുടെ അഡ്വൈസ് അല്ല അല്ലെങ്കിൽ ഇവരുടെ ഉപദേശങ്ങളല്ല ആര് സ്വീകരിച്ചത്? ഇന്ദിരാഗാന്ധി സ്വീകരിച്ചിരുന്നത് ഒരു പറ്റം പുറത്തു നിന്നുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള അഡ്വൈസാണ് അല്ലെങ്കിൽ ഉപദേശങ്ങളായിരുന്നു ഇന്ദിരാഗാന്ധി സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയോട് ഇവർക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഒരു വിരോധം ഉണ്ടാവുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഇന്ദിരാഗാന്ധി ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ബാങ്കുകൾ നാഷണലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി സോഷ്യലിസ്റ്റ് ചായവുള്ള ചില നടപടികൾ ഇന്ദിരാഗാന്ധി സ്വീകരിക്കുന്നുണ്ട്. ഇതും ഇന്ദിരാഗാന്ധിയോട് ആർക്ക് എതിർപ്പുണ്ടാവുന്നുണ്ട്? സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എതിർപ്പുണ്ടാവുന്നുണ്ട്. ഇതിനേക്കാളക്കപ്പുറം ഇതെല്ലാം മറനീക്കി ഇവർക്കിടയിലുള്ള എതിർപ്പ് പുറത്തേക്ക് വരുന്നത് 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നറിയപ്പെടുന്നത് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മുമ്പോട്ട് വെച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വി ഗിരിയാണ്. അതായത് ഒരേ രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 സ്ഥാനാർത്ഥികളെ മുമ്പോട്ട് വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഐക്യമില്ല, അല്ലെങ്കിൽ അവർക്കിടയിൽ പിളർപ്പിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം മറികടന്നുകൊണ്ട് വി ഗിരി ഈ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഇന്ത്യയുടെ പ്രസിഡന്റായി മാറുകയും ചെയ്യുന്നതോടുകൂടി ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് നിന്നും പുറത്താക്കുകയാണ്. അതായത് അവരുടെ പ്രധാനമന്ത്രിയെ ആ ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗവൺമെൻറ് താഴെ പോകുന്നില്ല. പിന്നീട് DMK, CPI പോലുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഈ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാലും വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം ഇന്ദിരാഗാന്ധി ഈ ഒരു കാലഘട്ടത്തിൽ എടുക്കുന്നുണ്ട്. എന്ത് പിരിച്ചുവിടാം? ഗവൺമെൻറ് പിരിച്ചുവിടാം, ഒരു ഇലക്ഷന് കൂടി ഫേസ് ചെയ്യാം എന്നുള്ളത്. ആ ഇലക്ഷനിലും വളരെ വലിയ വിജയം തന്നെ ആർക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്? ഇന്ദിരാഗാന്ധിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.